2025 ജെഇ മെയിൻ ആദ്യ സെഷൻ പരീക്ഷ ജനുവരിയിൽ നടന്നു. ആ പരീക്ഷയുടെ റിസൾട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. പെർസെന്റേജ് സ്കോർ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. മികച്ച ഒരു സ്കോർ കരസ്ഥമാക്കിയിട്ടുള്ള ഹരിഗോവിന്ദാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഹരിഗോവിന്ദ് എറണാകുളംകാരനാണ് അല്ലേ? +1 +2 പഠനത്തോടൊപ്പമായിരുന്നു എൻട്രൻസിനുള്ള ഒരു പ്രിപ്പറേഷൻ അല്ലേ? അപ്പോൾ ഇത്രയും നല്ലൊരു സ്കോർ കിട്ടി. ഒരുപാട് നാളത്തെ ഒരു പ്രയത്നമായിരുന്നു. അപ്പോൾ മോൻ എങ്ങനെയാണ് ഈ ഒരു വിജയത്തെ നോക്കി കാണുന്നത്? വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് നല്ലൊരു സ്കോർ കിട്ടിയതിൽ തന്നെ. അപ്പോൾ അതന്നെയാണ്, നല്ല സന്തോഷമുണ്ട്. എല്ലാവരും എന്ത് പറഞ്ഞു? ഫാമിലിയൊക്കെ? ഫാമിലിക്കും നല്ല സന്തോഷമുണ്ട്. എല്ലാവരും വിളിച്ചൊക്കെ പറഞ്ഞു. എല്ലാവരും നല്ല ഹാപ്പിയാണ്. പേരൻസിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ അച്ഛൻ്റെ പേര് സുരേഷ് കുമാർ എന്നാണ്. ഇവിടെ KCB കളമശ്ശേരിയിലാണ്. അമ്മയുടെ പേര് പ്രദീപ എന്നാണ്. ഇവിടെ NPOയിൽ വർക്ക് ചെയ്യണം, എറണാകുളത്ത് തന്നെ. വീട്ടിൽ വേറെ എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചി ഇപ്പോൾ IISc ബാംഗ്ലൂരിൽ റിസർച്ച് ഇതിന് പഠിക്കുകയാണ് അല്ലേ? ഓക്കെ. അപ്പം മോന് സ്കൂൾ പഠനമൊക്കെ എവിടെയായിരുന്നു? ഞാൻ നൈപുണ്യ പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ പ്രൈമറി അല്ല, ഇവിടെ +1 +2 വേണ്ടി ആണ് ഈ സ്കൂൾ. പ്രൈമറി ഒക്കെ എവിടെയായിരുന്നു? ഞാൻ 10ാം ക്ലാസ് വരെ ഭവൻ സ്വരണയിലാണ് പഠിച്ചിരുന്നത്, തൃക്കാക്കര. അപ്പോൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ആഗ്രഹം, നല്ലൊരു സ്ഥാപനത്തിൽ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു മോന് ചെറുപ്പം മുതലേ? അതായത് സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു? അത് പേരൻസ് ആരെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലേക്ക് കൊണ്ടുവന്നാണോ? അല്ലേ, എനിക്ക് പൊതുവെ മാത്സിനോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു താല്പര്യം വെച്ച് തന്നെ മാത്സ് അത്യാവശ്യം നന്നായി ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിലേക്ക് ചെറുപ്പം മുതലേ മാത്സ് ആയിരുന്നോ ഫേവറേറ്റ് സബ്ജക്ട്? മാത്സ് തന്നെയായിരുന്നു ഫേവറേറ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ ചെയ്യാനും പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനൊക്കെ ഒരു പ്രത്യേക ഒരു താല്പര്യം ഉണ്ടായിരുന്നോ? മാത്സിൽ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നീടായപ്പോൾ ഫിസിക്സും അങ്ങനെ താല്പര്യം വന്നു തുടങ്ങി. എങ്ങനെയായിരുന്നു ഒരു സ്കൂൾ പഠനത്തോടൊപ്പം തന്നെ എൻട്രൻസ് മുമ്പോട്ട് കൊണ്ടുപോയത്? +2 ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം, അതുപോലെ തന്നെ ജെഇ പോലുള്ള പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ എങ്ങനെയായിരുന്നു അത് രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടുപോയത്? വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഈ എൻട്രൻസിന് പഠിക്കുന്ന ഏകദേശം സെയിം ടോപ്പിക് തന്നെയാണ് ബോർഡ്സിനും ഉണ്ടാവുക. അപ്പൊ അതിന്റെ കൂടെ തന്നെ കൊണ്ടുപോയി. പിന്നെ അത് നമ്മൾ ഈ എൻട്രൻസ് തന്നെ നന്നായി നോക്കിക്കഴിഞ്ഞാൽ ബോർഡ്സ് ഒന്നും വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഒത്തിരി മോഡൽ എക്സാംസ് ഒക്കെ എഴുതിയിട്ടുണ്ട്, മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ പല സമയത്ത് മാർക്കുകളൊക്കെ ചിലപ്പോൾ കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? എപ്പോഴും ഞാൻ മാർക്ക് കുറയുമ്പോൾ അടുത്ത എക്സാമിലേക്ക് എൻ്റെ ഫോക്കസ് അടുത്ത എക്സാമിൽ അത് ശരിയാക്കാം അങ്ങനെ വെച്ചുള്ളത്. എപ്പോഴും ഒരു സെൽഫ് കോൺഫിഡൻസ് വെച്ചിരുന്നാൽ തന്നെ നമ്മുടെ ഇത് ഭേദമായി വന്നോളും. ഇപ്പോൾ ഒരു എക്സാമിന് കുറഞ്ഞു എന്ന് വെച്ച് അങ്ങനെ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ തന്നെ നമ്മൾ തന്നെ ബിലീവ് ചെയ്തിട്ട് അങ്ങനെ മുന്നോട്ട് പോകാം. അപ്പോൾ അവസാനം റിസൾട്ട് നന്നായിരിക്കും. അപ്പോൾ ഇനി അതുപോലെ തന്നെ ഈ ജെഇ അഡ്വാൻസ്ഡ് പരീക്ഷ വരികയാണ്, ജെഇ മെയിൻ്റെ സെഷൻ 2 വരുന്നുണ്ട്, കേരള എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, കൊസാറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള ഒരു മോൻ്റെ ഒരു സ്റ്റഡി സ്ട്രാറ്റജി എങ്ങനെയായിരിക്കും? ഇനി എൻ്റെ ഫോക്കസ് ഫുള്ളി അഡ്വാൻസ്ഡിൽ തന്നെ ആയിരിക്കും. ഈ പറഞ്ഞ എക്സാംസ് എല്ലാം ഞാൻ എഴുതും, പക്ഷെ എൻ്റെ സ്റ്റഡി ഓറിയൻറ്റേഷൻ അഡ്വാൻസ് വെച്ച് തന്നെ ആയിരിക്കും. ഒരു ആഗ്രഹിച്ച ഒരു IIT ഉണ്ടോ? അതായത് ഇന്ന IIT പഠിക്കണം എന്നൊക്കെ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഡ്രീം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെ ഏതാണ്? കുറേ പേര് ഇപ്പോൾ പോയി കേട്ടിട്ടുള്ളത് IIT മദ്രാസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു നല്ല അഭിപ്രായമുള്ളതുകൊണ്ട് IIT മദ്രാസിൽ ഏത് പഠിക്കണം എന്നാണ് ആഗ്രഹം? കിട്ടാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് തന്നെ, പക്ഷെ ഒരു സ്ട്രീം തന്നെ വേണമെന്നുള്ള നിർബന്ധം ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ ഹരിഗോവിന്ദിന് സീരിയസ് ആയിട്ടുള്ള പഠനത്തോടൊപ്പം തന്നെ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ടായിരുന്നു? എനിക്ക് ഫുട്ബോളിൽ നല്ല താല്പര്യമുണ്ട്. അപ്പോൾ ഫുട്ബോൾ കളിക്കുകയും ചെയ്യും, അത്യാവശ്യം കാണാറും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ 2 വർഷം കാണൽ കുറഞ്ഞു, പക്ഷെ കളിക്കാൻ പറ്റുന്ന ചാൻസ് ഒക്കെ കളിക്കാറുണ്ടായിരുന്നു. അത് എൻ്റെ ഒരു റിലാക്സേഷൻ രീതിയിൽ ആണല്ലേ? അപ്പോൾ ഈ ഒരു പഠിത്തത്തിന്റെ ഇടയിലും ഫുട്ബോളൊക്കെ കളിച്ചു കഴിയുമ്പോൾ ഒരു റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ? അപ്പോൾ ഇവിടെയൊക്കെ കളിക്കാറുണ്ടോ? ഇവിടെയൊക്കെ കളിക്കാറുണ്ടായിരുന്നു, സ്കൂളിലും അല്ലാണ്ടും കളിക്കാറുണ്ടല്ലേ? അപ്പോൾ അതുപോലെ തന്നെ മോൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഒരു സ്റ്റഡി സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു ജെഇ മെയിന് വേണ്ടിയിട്ടുള്ളത്? ജെഇ മെയിൻ ഇപ്പോൾ കെമിസ്ട്രി ഫുൾ NCERT ബേസ്ഡ് തന്നെയായിരുന്നു. NCERT ഇപ്പോൾ ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ NCERT നല്ലോണം വായിക്കാറുണ്ടായിരുന്നു. അപ്പോൾ NCERT കുറേ തവണ അങ്ങനെ കെമിസ്ട്രി വായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കെമിസ്ട്രി അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. മാത്സിൻ്റെ പ്രീവിയസ് മീൻസ് അത്യാവശ്യം നല്ല ലെവലുള്ളതാണ്. അപ്പോൾ മാത്സിൻ്റെ എല്ലാ ചാപ്റ്ററിൻ്റെയും കുറേയൊക്കെ പ്രീവിയസ് മീൻസ് ചെയ്തിരുന്നു. ഫിസിക്സും പ്രീവിയസ് മീൻസ് അല്ലാണ്ട് വേറെ കുറേ ബുക്കൊക്കെ ചെയ്തിട്ടുണ്ടായി, പക്ഷെ ഇങ്ങനെയൊക്കെ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടില്ല, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ജെഇ അഡ്വാൻസ്ഡ് എക്സാം വരാനുണ്ട്, അതുപോലെ തന്നെ മറ്റ് പരീക്ഷകളും കീമൊക്കെ വരാനുണ്ട്. അപ്പോൾ അതിലും നല്ല രീതിയിൽ തയ്യാറെടുക്കുക, നല്ല സ്കോർ കരസ്ഥമാക്കുക. അതുപോലെ തന്നെ ആഗ്രഹിച്ച ഒരു IIT മദ്രാസിൽ തന്നെ മോൻ അഡ്മിഷൻ കിട്ടട്ടെ, നല്ലൊരു സ്കോറിലേക്ക് എത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.